അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 27 തിങ്കളാഴ്ച. രാഹുൽ ഗാന്ധിയുടെ വരവോടെ കോൺഗ്രസിന്റെ പെരുമാറ്റ രീതിയിൽ മാറ്റം വന്നെന്നും രാഷ്ട്രീയത്തിന്റെ നിലവാരം ഇടിഞ്ഞെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്തുകൊണ്ടാണ് ഇത്ര വിദ്വേഷത്തോടെ പെരുമാറുന്നതെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാർ ഉടമകൾ കോഴ നൽകണമെന്ന ശബ്ദ സന്ദേശം വിവാദമായപ്പോൾ ഇളവിനായല്ല പണപ്പിരിവ് നടത്തിയത് കെട്ടിടം വാങ്ങാനാണെന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ വിശദീകരണം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. കെട്ടിടം വാങ്ങാൻ മാസങ്ങൾക്ക് മുമ്പേ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നുവെന്നും അംഗങ്ങൾ നൽകിയത് 1 ലക്ഷം രൂപയാണെന്നതിന്റെ രേഖയും പുറത്തായി. ബാർ ഉടമകളുടെ സംഘടനയിലെ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാസങ്ങൾക്ക് മുൻപ് വന്ന സ്ക്രീൻഷോട്ടിൽ കെട്ടിടം ഫണ്ടിലേക്ക് നൽകേണ്ടത് 1 ലക്ഷമാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ബാർ കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെക്കൊണ്ട് നുണ പറയിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ടൂറിസം വകുപ്പ് മെയ് 21 നടത്തിയ യോഗത്തിലാണ് മദ്യനയത്തിൽ ഭേദഗതി വരുത്തണമെന്ന തീരുമാനം എടുത്തത്. ഇതിന് പിന്നാലെയാണ് ബാർ ഉടമകളുടെ സംഘടന എറണാകുളത്ത് യോഗം ചേർന്ന് പണപ്പിരിവ് നടത്താൻ തീരുമാനിച്ചത്. ഇന്നലെ പ്രതിപക്ഷം പുറത്തുവിട്ട സൂം ലിങ്കിന്റെ സ്ക്രീൻഷോട്ടിൽ അബ്കാരി പോളിസി റിവ്യൂ ആണ് വിഷയമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അബ്കാരി പോളിസി റിവ്യൂ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം ടൂറിസം ഡിപ്പാർട്ട്മെന്റിനാണോ എന്നും എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും സതീശൻ ചോദിച്ചു. ബാർകോഴ UDF കാലത്തിന്റെ തനിയാവർത്തനമാണെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം കൊണ്ട് കാര്യമില്ലെന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ മൌനം ഞെട്ടിക്കുന്നതാണെന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അഴിമതി നടന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. മുഹമ്മദ് റിയാസ് നിഴൽ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം എല്ലാ വകുപ്പിലും കൈയിട്ട് വാരുന്നുവെന്നും സംസ്ഥാനത്ത് അധികാരം മുഹമ്മദ് റിയാസിൽ നിക്ഷിപ്തമാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അങ്കമാലിയിൽ ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ പോലീസുകാർക്ക് വിരുന്ന്. കാപ്പ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണ്ടാനേതാവ് തമ്മനം ഫൈസൽ എന്നറിയപ്പെടുന്ന ജോർജിന്റെ വീട്ടിലൊരുക്കിയ വിരുന്നിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP MG സാബു അടക്കം 4 പോലീസുകാർ പങ്കെടുത്തെന്നാണ് വിവരം. പുളിയനത്ത് ഇന്നലെ വൈകിട്ട് അങ്കമാലി പോലീസ് നടത്തിയ റെയ്ഡിലാണ് DYSPയും സംഘവും കുടുങ്ങിയത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാർകോഴ ആരോപണത്തിൽ പ്രതിഷേധവുമായി മന്ത്രി MB രാജേഷിന്റെ വീട്ടിലേക്ക് നോട്ടെണ്ണൽ മെഷീനുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. MB രാജേഷിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി മാർച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. കുഴികൾ അടച്ചുകൊണ്ടുള്ള പ്രതിഷേധവുമായി തിരുവനന്തപുരത്തെ BJP കൌൺസിലർമാർ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർമാരാണ് റോഡ് നിർമ്മാണത്തിനായി പൊളിച്ചിട്ട ഭാഗങ്ങളിൽ മണ്ണും കല്ലുമിട്ട് അടയ്ക്കുന്നത്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായെന്നാരോപിച്ചാണ് പ്രതിഷേധം. മാസങ്ങളായി തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തി ഇതുവരെ പൂർത്തിയാക്കാനായില്ലെന്നും കോർപ്പറേഷൻ ഭരണസമിതിയുടെ തികഞ്ഞ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും BJP കൌൺസിലർമാർ ആരോപിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി സർക്കുലർ പുറപ്പെടുവിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവായ ഡിജിറ്റൽ രേഖകൾ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഉപഹർജി സമർപ്പിച്ചിരുന്നത്. ഇതോടെ കീഴ്ക്കോടതിയിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ മേലുള്ള ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുന്നതിനായി പുറത്തിറക്കിയ മാർഗരേഖ സർക്കുലറായി ഇറക്കണമെന്ന സർക്കാരിന്റെ ഉപഹർജിയിൽ ഹൈക്കോടതി നടപടികൾ അവസാനിപ്പിച്ചു. കണ്ണൂരിലെ അവയവ കച്ചവട പരാതിയിൽ വൃക്കദാനത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും യുവതിയുമായി സംസാരിച്ചിട്ടില്ലെന്നുമുള്ള ഇടനിലക്കാരൻ ബെന്നിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു. റിസ്ക് എടുത്ത് രേഖകൾ സംഘടിപ്പിച്ചത് പണം കിട്ടിക്കോട്ടെയെന്ന് കരുതിയാണ്.
താൽപര്യമില്ലെങ്കിൽ വേറെ ആളെ പേഷ്യന്റിന് ഇട്ടുകൊടുക്കും. യുവതി തയ്യാറല്ലെങ്കിൽ വേറെയും ദാതാക്കളുണ്ടെന്നാണ് ബെന്നി പറയുന്നത്. വൃക്കദാനത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും യുവതിയുമായി സംസാരിച്ചിട്ടില്ലെന്നുമാണ് ബെന്നി ഇന്നലെ പറഞ്ഞിരുന്നത്. KSU മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ കടുത്ത അച്ചടക്ക നടപടിയുണ്ടാകും. കൂട്ടത്തല്ലിൽ ഭാഗമായ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നാണ് KPCC നിയോഗിച്ച 3-അംഗ അന്വേഷണ കമ്മീഷന്റെ ശുപാർശ. ക്യാമ്പിലേക്ക് K. സുധാകരനെ ക്ഷണിക്കാതിരുന്നതിൽ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനോടും വിശദീകരണം തേടും. +1 പ്രവേശനത്തിനായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷിച്ചത് മലപ്പുറത്തെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്താകെ 4,65,960 വിദ്യാർത്ഥികളാണ് +1ന് അപേക്ഷിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ചത് 82,434 വിദ്യാർത്ഥികളാണെന്നാണ് കണക്ക്. 29-ന് ട്രയൽ അലോട്ട്മെന്റ് നടക്കും. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും, രണ്ടാം അലോട്ട്മെന്റ് ജൂൺ 12-നും, മൂന്നാം അലോട്ട്മെന്റ് ജൂൺ 19-നും ആയിരിക്കും. ജൂൺ 24-ന് ക്ലാസ് തുടങ്ങും. 12 വയസ്സിൽ താഴെയുള്ള സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിതരായ 80 കുട്ടികൾക്ക് 100 കോടി വില വരുന്ന മരുന്ന് സൌജന്യമായി നൽകി കേരളത്തിലെ ആരോഗ്യവകുപ്പ് മാതൃകയായി. മരുന്നിനായി അപേക്ഷിച്ച എല്ലാ കുട്ടികൾക്കും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പദ്ധതിയിലൂടെയാണ് സൌജന്യമായി മരുന്ന് നൽകിയത്. ഇവർക്കുള്ള തുടർ ചികിത്സയും അടുത്ത ഘട്ടത്തിലുള്ള സൌജന്യ മരുന്നുകളും ആരോഗ്യവകുപ്പ് തന്നെ നൽകും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് വടകരയിൽ പോലീസ് വിളിച്ച സർവകക്ഷി യോഗം സമാപിച്ചു. മണ്ഡലത്തിൽ വിജയിക്കുന്ന മുന്നണിക്ക് വോട്ടെണ്ണൽ ദിവസം വൈകിട്ട് 7 മണിവരെ മാത്രമേ വിജയാഹ്ലാദ പ്രകടനം നടത്താൻ അനുമതിയുള്ളൂ. ദേശീയതലത്തിൽ വിജയിക്കുന്ന മുന്നണിയുടെ പ്രവർത്തകർക്ക് തൊട്ടടുത്ത ദിവസം വൈകിട്ട് 7 മണിവരെ ആഹ്ലാദ പ്രകടനം നടത്താമെന്നും തീരുമാനമായി. സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 47 കോടിയോളം രൂപയാണ് ലഭിച്ചതെന്നും സമാഹരിച്ച തുകയിൽ നിന്ന് ദിയാധനം നൽകാനുള്ള 1.5 കോടി റിയാലിന് സമാനമായ ഇന്ത്യൻ രൂപയും വക്കീൽ ഫീസായി നൽകാനുള്ള 7.5 ലക്ഷം റിയാലിന് സമാനമായ ഇന്ത്യൻ രൂപയും ഇതിനോടകം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറിയെന്നും ഭാരവാഹികൾ അറിയിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. റമാൽ ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം. കനത്ത മഴയിലും കാറ്റിലും ഭിത്തി ഇടിഞ്ഞുവീണ് ഒരാൾ മരിച്ചു. ഇന്നലെ രാത്രിയോടെ പശ്ചിമബംഗാളിന്റെയും ബംഗ്ലാദേശിന്റെയും തീരപ്രദേശത്താണ് ചുഴലിക്കാറ്റ് കരതൊട്ടത്. നിലവിൽ മണിക്കൂറിൽ 80 മുതൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കാറ്റിന്റെ ശക്തി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നതോടെ കൂടുതൽ കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടക്കാല ജാമ്യം 7 ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി. 7 കിലോ ഭാരം കുറയുകയും കെറ്റോണിന്റെ അളവ് കൂടുകയും ചെയ്തതിനെ തുടർന്ന് മെഡിക്കൽ ടെസ്റ്റുകളുടെ ആവശ്യകത എടുത്തുപറഞ്ഞാണ് ജാമ്യം നീട്ടണമെന്ന് കെജ്രിവാൾ അപേക്ഷ നൽകിയത്. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ ജൂൺ 1 വരെയാണ് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ദില്ലിയിലെ തീസ് ഹസാരി കോടതിക്കുള്ളിൽ രാജ്യസഭാ MP സ്വാതി മലിവാളിനെ ആക്രമിച്ചെന്ന കേസിലെ പ്രതി ബിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് നാടകീയ രംഗങ്ങൾ. കോടതിക്കുള്ളിൽ സ്വാതി മലിവാൾ പൊട്ടിക്കരഞ്ഞു. സ്വാതി സ്വയം പരിക്കേൽപ്പിച്ചതാണെന്നും സംഭവം നടന്നപ്പോൾ ബിഭവ് കുമാർ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇല്ലായിരുന്നു എന്നുമുള്ള പ്രതിഭാഗം അഭിഭാഷകന്റെ വാദങ്ങൾ കേട്ടാണ് സ്വാതി മലിവാൾ പൊട്ടിക്കരഞ്ഞത്. തൃണമൂൽ കോൺഗ്രസിനെ അവഹേളിക്കുന്ന പരസ്യങ്ങൾ വിലക്കിയതിനെതിരായ ഹർജിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പരസ്യങ്ങൾ കണ്ടിരുന്നുവെന്നും പ്രഥമദൃഷ്ട്യാ അപമാനകരമാണെന്നും സുപ്രീംകോടതി പരാമർശിച്ചു. പരസ്യങ്ങൾ വിലക്കിയ കൽക്കട്ട ഹൈക്കോടതി വിധിക്കെതിരെയാണ് BJP സുപ്രീംകോടതിയെ സമീപിച്ചത്. ദില്ലിയിലെ വിവേക് നഗറിൽ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിനെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇത്തരം ആശുപത്രികളുടെ സുരക്ഷ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും എന്നാൽ ഇത് സർക്കാർ പാലിച്ചില്ലെന്നും ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു. തീപിടുത്തത്തിൽ 7 കുഞ്ഞുങ്ങൾ മരിച്ച സംഭവത്തിൽ ഒളിവിൽ പോയ ആശുപത്രി ഉടമ നവീൻ കച്ചിയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ കുട്ടികളടക്കം 33ഓളം പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ ഗെയിമിംഗ് കേന്ദ്രത്തിന് സമീപം സൂക്ഷിച്ചിരുന്ന സാധനങ്ങളിലേക്ക് വെൽഡിംഗ് മെഷീനിൽ നിന്ന് തീപ്പൊരി തെറിച്ചു വീണാണ് അഗ്നിബാധയുണ്ടായതെന്ന് CCTV റിപ്പോർട്ട്.
തീപിടുത്തത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങളിലൂടെ ഇതിന് വ്യക്തത ലഭിച്ചെന്ന് പോലീസ് വ്യക്തമാക്കി. വടക്കൻ പാപ്പുവ ന്യൂ ഗിനിയയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ജീവനോടെ മണ്ണിനടിയിലായത് 2000-ലധികം ആളുകളെന്ന് UN നൽകിയ റിപ്പോർട്ട്. വെള്ളിയാഴ്ചയാണ് പാപ്പുവ ന്യൂ ഗിനിയയിൽ രൂക്ഷമായ മണ്ണിടിച്ചിലുണ്ടായത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവിജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.